ഹായ് ഫ്രണ്ട്സ്, ഇത് കുഞ്ഞുവും പാക്കും ഉറക്കിയും ഇവരുടെ ചെറിയ കുസൃതികൾ കാണാനാണ് നമ്മളിന്ന് പോകാൻ ആ വീഡിയോയിലേക്ക്. ഇതളിയൻ കുഞ്ഞു, ഇതളിയൻ പാക്കു, ഇതളിയൻ റിക്കി. അനിയൻ്റെയും അളിയൻ്റെയും മക്കളാണ് 3 പേരും. ഇമാർ 3 പേരും ഇന്ന് സൈക്കിളുമായി നമ്മൾ പോകുന്ന വലിയൊരു ഗ്രൗണ്ടിലേക്ക്. മുളം ചില്ലകൾക്കിടയിലൂടെ അവർ സൈക്കിളുമായി ചെന്നിറങ്ങുന്നത് ആ വലിയ ഗ്രൗണ്ടിലേക്ക്. ഗ്രൗണ്ട് എത്തിയതോടെ അവർ 3 പേരും 3 സൈക്കിൾ അടുത്തടുത്ത് ചവിട്ടി അങ്ങ് ദൂരേക്ക് ചവിട്ടി പോകുന്നു. ഈ കാണുന്ന സ്ഥലം നമ്മൾ പേപ്പായ ഡാമിൻ്റെ ഏറ്റവും മുകൾ ഭാഗമായ ചാത്തങ്കോടാണ്. വെള്ളം കുറഞ്ഞതോടെ ഇങ്ങനെ പുല്ലുകൾ പൊടിച്ച് അങ്ങനെ ഗ്രൗണ്ട് പോലെ കിടപ്പുണ്ട്. ഇപ്പോൾ അത്യാവശ്യം പയ്യന്മാർ ഇവിടെ എല്ലാം വന്ന് ക്രിക്കറ്റ് കളിക്കാറുമുണ്ട്. വേനലെത്തിയതും സ്കൂൾ അടച്ചതും ഒരുപോലെ സന്തോഷമാണ് അവർക്ക്. വേനലെത്തിയപ്പോൾ വെള്ളം കുറഞ്ഞ് താഴേക്ക് പോയി. സ്കൂൾ അടച്ചപ്പോൾ 2 മാസം വെക്കേഷനും കിട്ടി. അതുകൊണ്ട് അവർക്ക് ഇവിടെ ഇനി വിശാലമായി സൈക്കിൾ ചവിട്ടി നടക്കാം. 2 മാസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോകണം. അപ്പോൾ 2 ദിവസം പോകാൻ ഒരു ചെറിയൊരു മടിയും കാണും. കാരണം സൈക്കിളും ചവിട്ടി ഇങ്ങനെ നടക്കുമ്പോൾ സ്കൂളിൽ പോകുന്ന കാര്യമൊക്കെ ഒന്ന് മറന്നു പോകും. അപ്പോൾ നമ്മളെ കൂടെ വന്ന പട്ടിയാണ് ആ കാണുന്നത്. പട്ടിയും കുറേ നേരമായി സൈക്കിളിൻ്റെ പുറകെ തന്നെ കൂടി. പട്ടിക്കും ഒരു സന്തോഷം. ഇങ്ങനെ 4ാമത് ഒരാളിവിടെ ഇരിപ്പുണ്ട്. അവന് സൈക്കിൾ കൊടുക്കാമെന്നും പറഞ്ഞാണ് ഈ റിക്കി വരുന്നത്. സൈക്കിൾ ചവിട്ടാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് റിക്കി ആകട്ടെ സൈക്കിൾ കൊണ്ട് വന്നിട്ട് ഇതാ പോകുന്നു. ഈ ഇരിക്കുന്നതാണ് ജഗൻ. ജഗൻ ഒരു ജില്ലയാണ്, മാമീൻ്റെ മോനാണ്. കുറേ നേരമായി വെയിറ്റിങ്ങിലാണ്. സൈക്കിൾ 3 പേരും കൊടുക്കുന്നതുമില്ല. സൈക്കിൾ ചവിട്ടാൻ കൊടുക്കാമെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നത്. ഈ പോകുന്ന കണ്ടിട്ട് സൈക്കിൾ ചവിട്ടാൻ കൊടുക്കുന്ന ലക്ഷണമൊന്നുമില്ല. അവൻ അവിടെ നിന്ന് വെറുതെ ഇരിപ്പ് തന്നെ മിച്ചം. അളിയവർ തമ്മിൽ എന്തൊക്കെ രണ്ടും കൂടെ പറഞ്ഞു കൂടുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഡാമിലെ വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങളെ കാണിക്കാമെന്ന്. നമ്മൾ നേരെ അങ്ങനെ വെള്ളം കിടക്കുന്ന ഭാഗത്തേക്ക് പോയി. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ താഴെയാണ് പേപ്പായ ഡാം. അതിൻ്റെ വെള്ളമാണ് ഈ വന്ന് കിടക്കുന്നത്. ഇപ്പോൾ കുറേ നീർക്കാക്കകളെ കണ്ടു. മീൻ പിടിക്കാനായി വന്നിരുന്ന നീർക്കാക്കകൾ എന്നെ കണ്ടിട്ട് എണീറ്റ് താഴേക്ക് പറന്നുപോയി. ഇപ്പോൾ വേനലായതുകൊണ്ട് വെള്ളം തീരെ കുറവാണ്. അപ്പോൾ അങ്ങനെ പറന്നു പോകുന്നത് കാഴ്ചകൾ ഞാൻ കുറേ നേരം നിങ്ങളെ കാണിച്ചു തരാം. ഈ പോകുന്ന കാക്കകൾ അങ്ങ് ദൂരെ എവിടെയോ താഴെ എവിടെയോ പോയിരിക്കും. വീണ്ടും അവിടെ നിന്ന് ഇനി മീൻ പിടിക്കും.